ഇരുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണെന്ന് അറിയില്ല. നിങ്ങൾ പേടിക്കുന്നതാണ് സേഫ്. പേടി എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു നെഗറ്റീവ് കാര്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. പേടി നമ്മളെ അതിജീവനത്തിന് വല്ലാതെ സഹായിക്കുന്ന ഒരു വികാരമാണ്. ഈ കറുത്ത പൂച്ച കുറുകെ കാടുന്നതിനെ പേടിയോട്ടാണ് കണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ ഈ പ്രായത്തിൽ ചിലപ്പോൾ നടക്കുമ്പോൾ കറുത്ത പൂച്ച കാണുമ്പോൾ നിങ്ങളൊന്ന് കൺസേൺ ഉണ്ടാവും. ഈ സുളു ഗോത്രത്തിലെ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചത് അദ്ദേഹം പ്രപഞ്ചത്തെ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. സ്വപ്നം കാണാൻ എൻ്റെ മരിച്ചുപോയ അച്ഛൻ തിരിച്ചു വന്നായിട്ട് രാവിലെ നോക്കുമ്പോൾ അച്ഛൻ വാതുക്കെ നിൽക്കുന്നു. നമുക്ക് അതിന് അസാധ്യമാണ്. അത് മിറക്കിൾ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. പ്രേതാനുഭവം എന്ന് പറയുന്നത് ഒരു റിയൽ സംഗതിയാണ്. പ്രേതമല്ല, പ്രേതാനുഭവം. ദൈവം ഇല്ല, ദൈവവിശ്വാസമുണ്ട്. അവിടെ ഡൈവോഴ്സസ് കൂടുതൽ കോമൺ ആണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, അവിടെ ലോങ് ആയിട്ടുള്ള മാരിഡ് റിലേഷൻഷിപ്പ് ഇഷ്ടംപോലെ ഉണ്ട്. അതായത് സൂയിസൈഡ് നോട്ടുകളിൽ പഠനം നടത്തിയ ആൾക്കാരുണ്ട്. അവർ കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കടബാധ്യതയൊന്നുമല്ല, വർത്ത്ലെസ്നെസ് ഫീലിംഗ്. കുട്ടികളുടെ സ്വഭാവം മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ ഇന്നത്തെ ഒരു മോഡേൺ പ്രതിഭാസം മാത്രമല്ല, എല്ലാ കാലത്തും തലമുറകൾക്ക് ഈ സ്വഭാവ വ്യത്യാസമുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ അവരെ ഫ്രീ ആക്കണം. അത് എപ്പോഴാണ്? അത് നമ്മുടെ നാട്ടിൽ പാരന്റിങ് നമ്മുടെ നാട്ടിൽ ഒരിക്കലും നിൽക്കുന്നില്ല. ഈ പാമ്പറിങ് ലോകത്ത് ഫേസ് ചെയ്യാൻ അവരെ വല്ലാതെ അവർക്ക് തടസ്സമാണ്. കാരണം അവരൊന്നും ഫേസ് ചെയ്തിട്ടില്ല. സയൻസ് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊരു തോന്നലുണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കോളനികളായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ ഫാക്ടറിയിലേക്ക് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് പഠിപ്പിക്കൽ, ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പരിപാടി. അപ്പം ആ ഡിസൈനിൽ തന്നെ ആ പ്രശ്നമുണ്ട്. അവർക്ക് ക്ലാർക്കന്മാരായിരുന്നു വേണ്ടത്.